അൻവർ ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും സമൂഹത്തിൽ നല്ല നിലക്ക് ചർച്ച ചെയ്യണം. അത് ഇടതുപക്ഷത്തിന് സഹായകരമല്ല, വലതുപക്ഷത്തിന് സഹായകരമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് സംബന്ധിച്ച് സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ രക്ഷകനായിട്ടാണ് അഭിനയിക്കുന്നത്, ഇടതുപക്ഷത്തിൻ്റെ രക്ഷകനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അദ്ദേഹം പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ വലതുപക്ഷത്തിന് സഹായകരമാണ്. UDF അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രക്ഷോഭത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാരോ അതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലുമോ തെറ്റായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുവെങ്കിൽ ആ തെറ്റിനെതിരായിട്ട് ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് തെറ്റായിട്ടുള്ള കാര്യമുണ്ടായി, ഉദാഹരണത്തിന് സുജിത് ദാസ് എന്ന് പറയുന്ന SP, അദ്ദേഹം ഒരു അച്ചടക്കത്തിന് വിരുദ്ധമായ നിലയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുക, ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാർട്ടിയും ഗവൺമെൻറ്റും ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എന്തിനാണ് ഇത്തരം ഈ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള അവർക്ക് ആയുധം നൽകുന്ന നിലയിലുള്ള പ്രചാരണവുമായി വരുന്നത് എന്ന കാര്യത്തിൽ ഒട്ടേറെ സംശയങ്ങൾ വന്നിരിക്കുകയാണ്. ആ സംശയമാണ് ഇവിടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അൻവർ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ അതുപോലെ ഇവിടെ ബാക്കി നിൽക്കുന്നില്ല. അതായത് ഒരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഉയർന്ന IPS ഉദ്യോഗസ്ഥൻ RSSന്റെ നയരൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്നു. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് CPIക്ക് പോലും ഉണ്ട് ഗൂഢാലോചന ആരോപണം. അങ്ങനെ അവിടേക്ക് സുരേഷ് ഗോപിയും മത്സ്യം തില്ലങ്കരിയും വരുന്നു. മന്ത്രി രാജന് പോലും അവിടേക്ക് വരാൻ കഴിയുന്നില്ല. പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്ന ADGP ആ വിഷയത്തിൽ ഇടപെടുന്നില്ല. എന്തൊക്കെയോ ഗൂഢാലോചനയില്ലേ? സ്വാഭാവികമായി അയാൾ ഉന്നയിച്ച ചില ആരോപണങ്ങൾ അതുപോലെ അതിന് ഉത്തരം പറയണ്ടേ പാർട്ടി? അല്ല, ഈ ആരോപണങ്ങൾ അദ്ദേഹം എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണല്ലോ. അപ്പോൾ അന്വേഷണത്തിന് റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ട മര്യാദ അൻവർ പാലിക്കണമല്ലോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, RSS നേതാക്കന്മാരുമായിട്ട് ADGP ഏതടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയി ചർച്ച ചെയ്തത്, അത് അന്വേഷണത്തിൻ്റെ വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ADGPക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം അതും അന്വേഷണ വിഷയമാണ്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. അത് വളരെ ശരിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് ഒരു അനുഭാവി തന്നെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നു, അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. കോൺഗ്രസിനെ പോലെയാണോ? മുസ്ലിം ലീഗിനെ പോലെയാണോ? BJPയെ പോലെയാണോ? എന്തെല്ലാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നടന്നിട്ടുണ്ട്, അത് സംബന്ധിച്ചുള്ള പരസ്യമായിട്ടുള്ള തെളിവുകളടക്കം വന്നിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത വലതുപക്ഷ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് CPIM പ്രവർത്തിക്കുന്നത്. അത്തരമൊരു പാർട്ടിക്ക് രേഖാമൂലം എഴുതി കൊടുത്തു, അഴിമതി രഹിതമായിട്ടുള്ളൊരു ഭരണം നടത്തുന്ന LDF ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തു. അതേ സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കണം. അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്.